അവരുടെ അധ്യാപകരും ഗവൺമെന്റ് UPSന്റെ വാർഷിക പൊതുസമ്മേളനത്തിലേക്ക് സാക്ഷിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഹാർദവമായ സ്വാഗതം. അടുത്തതായി റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതിന് നമ്മുടെ സ്കൂളിന്റെ പ്രിയങ്കരനായ ശ്രീ മനോജ് സംഘടനയോട് അഭ്യർത്ഥിക്കുക. ഈ വേദിയിലുള്ള ആദരണീയ ചടയമണ്ഡലത്തിന്റെ പ്രിയങ്കരിയായ ക്ഷീരവികസന മൃഗസംരക്ഷണ മന്ത്രി ശ്രീമതി ജെ ചിന്തറാണി, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ലതിക വിദ്യാധരൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി മിനി സുജിത്, ഈ വേദിയിലുള്ള മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പ്രിയമുള്ള രക്ഷിതാക്കളെ, കുഞ്ഞുങ്ങളെ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ശ്രദ്ധ പെട്ടെന്ന് തോന്നേണ്ടതുള്ളതുകൊണ്ട് ഒരു നീണ്ട റിപ്പോർട്ടിന് ഞാൻ തയ്യാറാകുന്നില്ല. ഒരു 2 മിനിറ്റ് മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കും. 119 വയസ്സായ ഈ വിദ്യാലയ മുത്തശ്ശിയുടെ മടിത്തട്ടിൽ നിൽക്കുന്നത് തികഞ്ഞ അഭിമാനത്തോടെയാണ്. കഴിഞ്ഞ 1 വർഷത്തെ മുഴുവൻ പ്രവർത്തനങ്ങളുടെയും ആകത്തുകയാണ് റിപ്പോർട്ടായി അവതരിപ്പിക്കേണ്ടതെങ്കിലും പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. ഈ സബ് ജില്ലയിലെ 56 വിദ്യാലയങ്ങളിൽ അഭിമാനപൂർവ്വം ഞാൻ നിങ്ങളുടെ സാക്ഷിയാക്കി പറയുന്നു, കഴിഞ്ഞ വർഷത്തെ ഏറ്റവും മികച്ച പ്രവർത്തനത്തിലുള്ള കൊല്ലം ജില്ലയിലെ 1ാം സ്ഥാനം നേടിയ വിദ്യാലയത്തിന്റെ മുറ്റത്താണ് നമ്മൾ ഒത്തുകൂടിയിരിക്കുന്നത്. 1200ഓളം വിദ്യാലയങ്ങളെ പിന്നിലാക്കിക്കൊണ്ടാണ് ജില്ലാ വിദ്യാഭ്യാസ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടന്ന കഴിഞ്ഞ വർഷത്തെ നമ്മുടെ പ്രവർത്തനങ്ങളുടെ ആകെ തുകയായ മികവ് അവതരിപ്പിച്ചപ്പോൾ അതിന് 1ാം സ്ഥാനം ലഭിച്ച ട്രോഫിയാണ് ആ ഇരിക്കുന്ന സാക്ഷ്യപത്രം. കഴിഞ്ഞ വർഷത്തെ ശാസ്ത്രമേളയിൽ ഏറ്റവും കൂടുതൽ ഓവറോളുകൾ നേടിയ വിദ്യാലയം ഏത് എന്ന് ചോദിച്ചാൽ ആത്മാഭിമാനത്തോടെ നമുക്ക് പറയാം, അതും നമ്മുടെ ചടയമംഗലം ഗവൺമെന്റ് വിദ്യാഭ്യാസമാണ്. കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ 1ാം സ്ഥാനവും ഓവറോളും സജിത കലോത്സവത്തിൽ നേടിയതും നമ്മൾ തന്നെയാണ്. ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ കഴിഞ്ഞ വർഷം 1ാം സ്ഥാനം നേടിയ, ജില്ലയിൽ 1ാം സ്ഥാനം നേടി സംസ്ഥാന തലത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട മികവിന്റെ സാക്ഷ്യപത്രം ഈ സമ്മേളനം കഴിയുമ്പോൾ നിങ്ങളെ സാക്ഷിയാക്കി 10 മിനിറ്റ് കൊണ്ട് ഇവിടെ പ്രദർശിപ്പിച്ചതായിരിക്കും. മാത്രവുമല്ല, ഈ വരും വർഷം, കാര്യം ഈ വർഷം തീരാൻ പോകുന്നു, അടുത്ത അധ്യയന വർഷം ചേർത്തുകൊണ്ട് 2 പുതിയ പ്രവർത്തനങ്ങൾക്ക് കൂടി ഞങ്ങൾ തുടക്കം കുറിക്കുകയാണ്. അതിൽ ഒന്നാമത്തതാണ് ഫുട്ബോൾ അക്കാദമി. കൊല്ലം ജില്ലയിൽ ആദ്യമായി നമ്മുടെ വിദ്യാലയത്തിൽ നമ്മുടെ മക്കളെ പരിശീലിപ്പിക്കാനുള്ള പ്രവർത്തനം ആരംഭിക്കുകയാണ്. അതാണ് ഫുട്ബോളിന് കൊണ്ടുവച്ചിരിക്കുന്നത് അവിടെ. അത് കേരളത്തിന്റെ ടീമിൽ കളിച്ച കളിക്കാരൻ നമ്മുടെ SMCയിൽ ഉണ്ട്, ശ്രീ സതീഷ്, അതുപോലെ അജയൻ ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ അദ്ദേഹമുണ്ട്. അവരെല്ലാം കൂടി നമ്മുടെ മക്കളെ സൗജന്യമായി ഫുട്ബോൾ പരിശീലനം നടത്തും. മറ്റൊന്ന്, ഞാൻ നേരത്തെ നിങ്ങളോട് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ മക്കളെ മികച്ച പ്രതിഭകളാക്കി വ്യക്തിത്വങ്ങളാക്കി മാറ്റുന്ന പ്രസംഗ പരിശീലന കളരി നാളെ മുതൽ ഇവിടെ ആരംഭിക്കുകയാണ്. അങ്ങനെ നീണ്ട പരിപാടികളുടെ ആ പ്രയാണത്തിൽ ഈ വിദ്യാലയത്തെ സംസ്ഥാന തലത്തിൽ തന്നെ 1ാമത്തെ വിദ്യാലയമാക്കി മാറ്റാൻ നമുക്ക് ഒരുമിച്ച് നിൽക്കാം എന്ന അഭ്യർത്ഥനയോടെ നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രിയോട് ഒരു കാര്യം കൂടി, നമ്മൾ ഈ ചടങ്ങിൽ വെച്ച് പുതിയ 2 കോടി അനുവദിച്ച കെട്ടിടത്തിന് തറക്കല്ലിടാമെന്ന പ്രത്യാശയുണ്ടായിരുന്നു. ഈ അധ്യയന വർഷം അവസാനിപ്പിക്കുന്നതിന് മുൻപ്, മാർച്ച് 31 മുൻപ് അതിന്റെ സാങ്കേതിക തടസ്സങ്ങൾ മാറ്റി അതിനുള്ള അവസരം കൂടി ബഹുമാനിയായ മന്ത്രി നമുക്ക് തരണമേ എന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് നാളുകളിൽ നമുക്ക് ഒരുമിച്ച് കൈകോർത്ത് മുന്നോട്ട് പോകാം, നമ്മുടെ നാടിനായി, നമ്മുടെ വിദ്യാലയത്തിനായി. എല്ലാവർക്കും നന്ദി, നമസ്കാരം. വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന ബഹുമാന്യായ കേരള ക്ഷീരവികസന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ശ്രീമതി ജെ ചിന്തറാണി, നമ്മുടെ സ്വന്തം നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ അധ്യക്ഷ കൂടിയായിട്ടുള്ള ശ്രീമതി ലതിക വിദ്യാധരൻ, നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീമതി മിനി സുനിൽ, മറ്റ് വേദിയിൽ സദസ്സിലിരിക്കുന്ന പ്രമുഖരെ, നമ്മുടെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, കുഞ്ഞുങ്ങളെ, വലിയ പ്രസംഗത്തിനൊന്നുള്ളൊരു സാധ്യതയില്ല, എന്നാലും 1-2 കാര്യങ്ങൾ പറഞ്ഞു പോകാം. കാരണം നമ്മുടെ ഒരു പൊതുവിദ്യാലയം ഇന്നത്തെ അവസ്ഥയിൽ എത്തിച്ചേർന്നതിന് ഒരു പ്രധാന കാരണം നിങ്ങളെപ്പോലെ പൊതുവിദ്യാലയത്തെ സ്നേഹിക്കുന്ന ഇത്രയും രക്ഷിതാക്കളാണ്. നമ്മുടെ 800-ൽ പരം കുട്ടികൾ പഠിക്കുന്ന ഒരു വിദ്യാലയം, ഒരുപക്ഷെ നിങ്ങളൊക്കെ മുതുമുത്തശ്ശന്മാരുൾപ്പെടെ പഠിച്ച ഒരു വിദ്യാലയമായിരിക്കും ഇത്. ആ വിദ്യാലയത്തിൽ നിന്നും, ആ അവസ്ഥയിൽ നിന്ന് ഇന്ന് കാണുന്ന ഈ രൂപത്തിലേക്ക് വിദ്യാലയത്തെ മാറ്റിയെടുക്കാൻ കേരളം
വിവിധ കാലഘട്ടങ്ങളായി ഭരിച്ച പുരോഗമന സർക്കാരുകളുടെ ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ്. അതുപോലെ തന്നെ ഇന്നിവിടെ സൂചിപ്പിച്ചു, നമ്മുടെ 2 കോടി രൂപ ഇവിടെ അനുവദിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മന്ത്രി നമുക്ക് 2 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. അത് അനുവദിച്ചിട്ട് കുറച്ച് നാളുകളായി. നമുക്ക് ചില പേപ്പറുകൾ കൂടി നീങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ തറക്കല്ലിടിൽ നമ്മുടെ ബഹുമാനപ്പെട്ട HMOട് സൂചിപ്പിച്ച പോലെ ഇന്ന് തന്നെ അത് നടത്താമെന്നാണ് നമ്മൾ ആഗ്രഹിച്ചിരുന്നെങ്കിലും ചില തടസ്സങ്ങളുണ്ടായി. അതുകൂടി മാറ്റി ഇന്ന് തന്നെ മന്ത്രി ഇവിടെ തന്നെ ഇരുന്നത് വിളിച്ച് ക്ലിയർ ചെയ്തിട്ടുണ്ട്. വളരെ അടുത്ത ഒരു മുഹൂർത്തത്തിൽ തന്നെ നമുക്ക് പുതിയ കെട്ടിടത്തിന്റെ ഒരു തറക്കല്ലിടിൽ ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പൊ അത്തരത്തിൽ നമ്മളോട് സഹകരിക്കുന്ന ജനപ്രതിനിധികളോടത്തോളം കാലം ഇനിയും ഏറെ മുന്നേറി നമ്മുടെ ഈ വിദ്യാലയം മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുപോലെ തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്തിന്റെ അധ്യക്ഷ ശ്രീമതി ലതിക വിജയൻ അവർ ഒരു തികച്ചും ഒരു അനൗപചാരികമായ ചടങ്ങിൽ വെച്ച് കണ്ടെത്തി ഞാനിങ്ങനെ പറഞ്ഞു, ഞങ്ങളുടെ സ്കൂളിലെ കുട്ടികൾക്ക് ബാത്റൂമിന്റെ ചില പ്രശ്നങ്ങളുണ്ട്, നമുക്ക് നിലവിലുള്ള ശുചിമുറിയുടെ സൗകര്യങ്ങൾ അപര്യാപ്തമാണ് എന്ന് പറഞ്ഞപ്പോൾ തൊട്ടടുത്ത മൊമെന്റിൽ എന്നോട് ചോദിച്ചത് 10 ലക്ഷം മതിയോ എന്നാണ് ചോദിച്ചത്. എത്ര വേണമെന്ന് വെച്ചാൽ 10 ലക്ഷം മതിയോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അത് തൽക്കാലം അത് മതിയാവും, അത് കൂടുതൽ കിട്ടിയാലും കൊള്ളാം എന്ന് പറഞ്ഞു. അപ്പൊ ഏതായാലും അതിൽ കൂടുതൽ തരാമെന്ന് നമ്മളോട് ഏറ്റിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രഖ്യാപിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പ്രിയങ്കരിയായ ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റ് ശ്രീമതി വിനീഷ്. അപ്പൊ നമുക്കറിയാം നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ 2 പൊതുവിദ്യാലയങ്ങൾ, അതായത് UP സ്കൂളുകൾ, 3 പൊതുവിദ്യാലയങ്ങളുണ്ട്. 2 UP സ്കൂളുകളാണുള്ളത്. ഗവൺമെന്റ് UPS കടയമംഗലവും ഗവൺമെന്റ് UPS വെള്ളൂർപ്പാറ. ആ വെള്ളൂർപ്പാറ സ്കൂളില് PTA പ്രസിഡന്റായും PTA വൈസ് പ്രസിഡന്റായും ഞാനും നമ്മുടെ ബഹുമാന്യായ പ്രസിഡന്റും പ്രവർത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കൂളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയുമ്പോൾ എനിക്കൊരു സംശയം, അവിടുത്തെ PTA പ്രസിഡന്റ് ആയതുകൊണ്ട് തന്നെ കൂടുതൽ എന്തെങ്കിലും അങ്ങോട്ട് കൊടുക്കുമെന്നൊരു സംശയം എനിക്ക് ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ അത് വെറുമൊരു സംശയമാണെന്ന് മാത്രം ബോധ്യമാകത്തക്ക രീതിയിൽ നമ്മൾ എന്ത് ചെറിയ കാര്യം പറഞ്ഞാലും വളരെ പെട്ടെന്ന് തന്നെ നമ്മളെ വളരെ സഹകരിക്കുന്ന രീതിയിൽ, നമ്മളെ സഹായിക്കുന്ന രീതിയിലുള്ള നിലപാടുകൾ എപ്പോഴും എടുക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ പ്രിയങ്കരായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്. അപ്പൊ ഞാൻ സൂചിപ്പിക്കാൻ കാരണം, ഇപ്പൊ നമ്മള് കുട്ടികളുടെ പരിപാടി വീക്ഷിക്കാനുള്ള എത്തിച്ചിട്ടുണ്ട്. നിങ്ങളെല്ലാം വളരെ അക്ഷരങ്ങളോട് കാത്തിരിക്കുന്നത് നിങ്ങളുടെ കുട്ടികളുടെ പരിപാടി കാണാനാണ്. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന പ്രസംഗം ഇവരൊക്കെ എങ്ങനെയാണ് ഇങ്ങനെ പ്രസംഗിക്കുന്ന ഒരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും ഇവരുടെ വാക്കുകൾ നമ്മൾ കേൾക്കേണ്ടത് തന്നെയാണ്. കാരണം ഇവരാണ് നമ്മളെ കരുത്ത്. അപ്പൊ ആ കരുത്തിന്റെ പിൻബലത്തിൽ നമുക്ക് ഇനിയും ഏറെ മുന്നേറാം എന്ന് മാത്രം പ്രത്യാശിച്ചുകൊണ്ട് ഈ സാംസ്കാരിക സമ്മേളനവും വർണ്ണ കൂടാരവും എന്ന പദ്ധതി ഉദ്ഘാടനത്തിൽ ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ ബഹുമാന്യായ ക്ഷീരവികസന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ശ്രീമതി ജെ ചിഞ്ചറാണിയോട് വളരെ ആദരവോടുകൂടി അഭ്യർത്ഥിക്കുകയാണ്. ചടയമംഗലം ഗവൺമെൻറ് UPSന്റെ വാർഷിക പൊതുസമ്മേളനവും അതുപോലെ തന്നെ വർണ്ണക്കൂടാരത്തിൻ്റെയും ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി ബഹുമാന്യ ക്ഷീര വികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി പദ്ധതി കൊടുത്തു. വളരെ മനോഹരമായ ഭഗവതീയ വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യം എന്നുകൊണ്ട് സൗഹൃദത്തിലൂടെ 2025 ചരിത്രത്തിന്റെ താളുകളിലേക്ക് രക്ഷപ്പെടുകയാണ്. വളരെ മനോഹരമായ ഒരു ചടങ്ങിന് സാക്ഷ്യം വഹിക്കുവാൻ മന്ത്രിയോടൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി വിനീഷ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതിക വിജയൻ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കുട്ടികൾ നമ്മുടെ ജനങ്ങളുടെ പ്രിയങ്കരനായ അധ്യക്ഷൻ, PTA പ്രസിഡന്റ് കൂടിയായ ശ്രീ മഞ്ജേഷ്, നമുക്ക് ഏവർക്കും സ്വാഗതം പറഞ്ഞ പ്രിയപ്പെട്ട SMC ചെയർമാൻ കൂടിയായ ശ്രീ ജാബിൻ,
റിപ്പോർട്ട് അവതരിപ്പിച്ച നമ്മുടെ ഈ സ്കൂളിൻ്റെ HM ശ്രീ മനോജ് എസ് മംഗലത്ത്, പ്രിയപ്പെട്ട വർണ്ണക്കുണ്ടാരം പദ്ധതി വിശദീകരിക്കുന്ന ജില്ലാ പ്രോജക്റ്റ് കോർഡിനേറ്റർ SSK ശ്രീ സജീവ് തോമസ്, പ്രിയപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് കൂടിയായ ശ്രീമതി ലലിയ വിദ്യാധരൻ, ശ്രീ R ബിജു GO തിരുവനന്തപുരം, മിനി സുനിൽ നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ പ്രിയപ്പെട്ട പ്രസിഡന്റ്, അതോടൊപ്പം തന്നെ ഇതിന്റെ പങ്കെടുക്കുന്ന മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം കൂടിയായ ശ്രീ K അജയൻ, പ്രിയപ്പെട്ട K രാജു നമ്മുടെ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ്, ശ്രീമതി ജ്യോതി AEO ചടയമംഗലം, പ്രിയങ്കരായ നമ്മുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, വാർഡ് മെമ്പർമാർ, പ്രിയപ്പെട്ട നമ്മുടെ VPC ചടയമംഗലം, PTA വൈസ് പ്രസിഡന്റ്, SMC അംഗങ്ങൾ, MBTA പ്രസിഡന്റ്, സ്റ്റാഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള പ്രിയങ്കരായ നമ്മുടെ വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, അധ്യാപക സുഹൃത്തുക്കളെ, വിദ്യാർത്ഥിനികളെ, പത്രമാധ്യമ പ്രവർത്തകരെ, വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഈ സ്കൂളിൽ നിന്ന് നിൽക്കുന്നത്. കാരണം നമ്മുടെ ഗവൺമെന്റിൽ തന്നെ 2 കോടി രൂപ കഴിഞ്ഞ വർഷത്തെ ഞങ്ങളുടെ ബഡ്ജറ്റിൽ നമ്മൾ വെച്ചതാണ്. ആ 2 കോടി രൂപ വെച്ചപ്പോൾ നമുക്കറിയാം അതിൻ്റെ എസ്റ്റിമേറ്റ് എടുക്കണം, ബാക്കിയുള്ള നടപടികളൊക്കെ തന്നെ പൂർത്തീകരിക്കണം. അതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ എന്ന് പറയുന്ന AIC നമുക്ക് നേരത്തെ തന്നെ കിട്ടി. ഇപ്പോൾ നമുക്കറിയാം എസ്റ്റിമേറ്റിൽ ചെറിയ കുഴപ്പങ്ങൾ ഉണ്ടായതുകൊണ്ട് അത് കറക്റ്റ് ചെയ്താൽ നമ്മുടെ ടെക്നിക്കൽ സാങ്ഷൻ കൂടി ഇപ്പോൾ കിട്ടിക്കഴിഞ്ഞാൽ വർക്ക് ടെൻഡർ ചെയ്യാൻ പോവുകയാണ്. വർക്ക് ടെൻഡർ ചെയ്യുന്നതിന് നമുക്ക് ഒരുപാട് നാളൊന്നും വേണ്ട, 10 ദിവസം കൊണ്ട് തന്നെ വർക്ക് ടെൻഡർ ചെയ്യാൻ പറ്റാവുന്നതാണ്. പരമാവധി ഈ മാർച്ച് മാസത്തിൽ തന്നെ ഇതിൻ്റെ കല്ലിടണം എന്ന വലിയ ഉത്തരവാദിത്വത്തിലേക്കാണ് നമ്മളിന്ന് പോകുന്നത് എന്നുള്ള യാഥാർത്ഥ്യം ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയുന്നു. ഇവിടെ വരുമ്പോൾ തന്നെ തലയുയർത്തി നിൽക്കുന്ന നല്ല 2 കെട്ടിടങ്ങൾ ഇവിടെ നിൽക്കുന്നു. ഞാൻ നമ്മുടെ HMനോട് അതാണ് ചോദിച്ചത്, നല്ല 2 കെട്ടിടങ്ങൾ ഉണ്ടല്ലോ, അപ്പം പറഞ്ഞത് പോരായ്മകൾ ധാരാളമുണ്ട്. ഫ്രണ്ട് വശത്ത് നമ്മുടെ പഴയ കെട്ടിടങ്ങളാണ് നിൽക്കുന്നതെങ്കിലും നമ്മുടെ ഇവിടെ തന്നെ ഇടതുവശത്ത് നമുക്കിവിടെ ആ 2 കോടിയുടെ വർക്ക് ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് ഒരു സ്ഥലം കണ്ടെത്തിയിരിക്കുന്നത്. ഏതായാലും ശരി, ചടയമംഗലത്തെ സംബന്ധിച്ച് ഇതൊരു സുവർണ്ണ കാലമാണ്. നമ്മുടെ ഇവിടുത്തെ പോലീസ് സ്റ്റേഷന് നമുക്കറിയാം ആവശ്യമായ സ്ഥലസൗകര്യം ഇല്ലാത്തതിൻ്റെ ഒരു അടിസ്ഥാന പ്രശ്നങ്ങളുണ്ട്. ഞാൻ അവിടെ പോയിരുന്നു, അത് കണ്ടു. ഇത്തവണ ബഡ്ജറ്റിൽ 1.5 കോടി രൂപ പോലീസ് സ്റ്റേഷൻ നിർമ്മാണത്തിന് വേണ്ടി മാറ്റിവെച്ചു. നമ്മുടെ ഈ കേരളത്തിൽ നമുക്കറിയാം എല്ലാ നിയോജക മണ്ഡലത്തിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല, എല്ലാ ജില്ലകളിലും റെസ്റ്റ് ഹൗസുകളുണ്ട്. നമ്മുടെ ഈ മണ്ഡലത്തിൽ നമുക്കറിയാം ഈ റോഡ് വഴി പോകുന്ന നമ്മുടെ മിനിസ്റ്റർമാരുടെയും MP-മാരുടെയും MLA-മാരുടെയും എണ്ണം കൂടുതലാണ്. എല്ലാവരും തിരുവനന്തപുരത്ത് നിന്ന് MC റോഡ് വഴിയാണ് പോകുന്നത്. പെട്ടെന്ന് ഒരാൾക്ക് വേണ്ടി ഒന്ന് റെസ്റ്റ് ചെയ്യണമെങ്കിൽ ഒരു റെസ്റ്റ് ഹൗസിന്റെ അപര്യാപ്തത നമുക്കുണ്ട്. നമ്മുടെ ഗ്രാമപഞ്ചായത്ത് 20 സെന്റ് സ്ഥലം തന്നതുകൊണ്ട് 2 കോടി രൂപ അതിനുവേണ്ടി ഞങ്ങളിപ്പോൾ മാറ്റിവെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ മൃഗാശുപത്രിയുടെ സ്വന്തം മൃഗാശുപത്രി ഞാൻ എൻ്റെ വകുപ്പിൽ നിന്ന് തന്നെ 50 ലക്ഷം രൂപ മൃഗാശുപത്രിക്ക് ഉത്പാദിപ്പിച്ചു. അപ്പോൾ ഇതെല്ലാം നമുക്ക് എത്രയും പെട്ടെന്ന് നമുക്ക് ചെയ്യാം. നമ്മുടെ ഗ്രൗണ്ടിന്റെ പ്രവർത്തനം നമുക്കറിയാം, ചടയമംഗലം ഗ്രാമപഞ്ചായത്തിലെ ഒരു ഗ്രൗണ്ടാണ് ഞങ്ങൾ ആദ്യഘട്ടത്തിൽ എടുത്തത്. പക്ഷെ നമുക്കറിയാം ഇപ്പോൾ ഗവൺമെന്റ് കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം കോൺട്രാക്ടർമാർക്ക് പൈസ കൊടുത്തില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് എത്രയും പെട്ടെന്ന് കൊടുത്തുകൊണ്ട് നമ്മുടെ ബാക്കി പണികളുടെ ഗ്രൗണ്ട് പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുട്ടികൾക്ക് ഉൾപ്പെടെ ആ ഗ്രൗണ്ടിൽ പോയി പ്രാക്ടീസ് ചെയ്യുവാൻ പറ്റാവുന്ന തരത്തിൽ നമ്മുടെ ചടയമംഗലം ഗ്രൗണ്ടും നമുക്കത് റെഡിയാക്കി എടുക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് എനിക്കിപ്പോൾ ഈ അവസരത്തിൽ പറയുന്നത്. തീർച്ചയായിട്ടും ഇവിടെ വന്നപ്പോൾ നമ്മുടെ ഈ വിദ്യാലയം കുറച്ചുകൂടി നമ്മുടെ കേരളത്തിലെ വിദ്യാലയങ്ങളെ പരിശോധിക്കുമ്പോൾ എല്ലാം വളരെ മെച്ചമാണ്. എങ്കിലും പഠന സൗകര്യവും കുഞ്ഞുങ്ങൾക്ക് വേണ്ടുന്ന ആധുനിക സജ്ജീകരണങ്ങൾ എല്ലാം ഏർപ്പെടുത്തി കൊണ്ടുപോകുന്ന ഒരു സ്കൂളാണ് നമ്മുടെ ഈ സ്കൂള്. എനിക്ക് തോന്നുന്നു ഈ സ്കൂളിൽ നമ്മളൊരു വാഹനവും ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മന്ത്രിയുടെ MLA-യുടെ പേരിൽ തന്നെ ഒരു വാഹനവും സ്കൂൾ കുട്ടികൾക്ക് വേണ്ടി ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് എല്ലാം കൊണ്ടും വളരെ നല്ലതുപോലെ പ്രവർത്തിച്ചു പോകുന്ന ഒരു സ്കൂളാണ് നമ്മുടെ ഈ ചടയമംഗലം UP സ്കൂൾ എന്ന് പറയുന്നത്. ഒട്ടേറെ കുട്ടികൾ നമ്മുടെ ഈ സ്കൂളിൽ പഠിച്ച് മുന്നേറി പോകുന്നത് നമുക്ക് കാണുവാൻ കഴിയും. പഠന നിലവാരം മെച്ചപ്പെടുത്തി കൊണ്ടുവരിക,
അധ്യാപകർ നല്ല പരിശീലനം ഉൾപ്പെടെ നടപ്പിലാക്കിക്കൊണ്ട് നമ്മുടെ കൊച്ചു കുട്ടികളെ അവരുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന പല വാസനകളെയും പുറത്തു കൊണ്ടുവരികയാണ്. അതാണ് പ്രസംഗക്കളരി ഉൾപ്പെടെ കൊണ്ടുവരുവാൻ, കുട്ടികളിൽ കായിക മേഖലകളിൽ ആ കുട്ടികളെ വളർത്തിയെടുക്കുവാൻ ഫുട്ബോൾ ഉൾപ്പെടെ പരിശീലനം കൊടുക്കുവാനുള്ള സംവിധാനങ്ങൾ, മറ്റിതര സംവിധാനങ്ങൾ വർണ്ണക്കൂടാതെ നമ്മുടെ ഈ സ്കൂളിൽ ഇപ്പോൾ നടപ്പിലാക്കിയിട്ടുണ്ട്. നമ്മുടെ ഈ നിയോജക മണ്ഡലത്തിൽ മിക്കവാറുമുള്ള LP സ്കൂളുകളിലൊക്കെ തന്നെ വർണ്ണക്കൂടാരം നമ്മളിപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ ഈ സ്കൂളുകളൊക്കെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരിക എന്ന വലിയ ലക്ഷ്യത്തോടുകൂടിയാണ് കേരളത്തിലെ ഗവൺമെന്റ് ഓരോ സ്കൂളിനും 10 ലക്ഷം രൂപ വെച്ച് കൊടുത്തുകൊണ്ട് ആ സ്കൂളുകളിൽ മൂല്യങ്ങൾ തിരിച്ചുകൊണ്ടുള്ള പ്രസംഗമൂലി, ശാസ്ത്രമൂലി, കളിക്കുവാനുള്ള മൂലി, അതോടൊപ്പം തന്നെ ആ കുഞ്ഞുങ്ങൾക്ക് ഇരുന്ന് പഠിക്കുവാനുള്ള സംവിധാനങ്ങൾ, സ്മാർട്ട് ക്ലാസ് റൂമുകൾ, പുറത്തും നമുക്കറിയാം കളിസ്ഥലങ്ങൾ കണ്ടെത്തുവാനും അവിടെയും ആകർഷകമായ നിലയിൽ കുഞ്ഞുങ്ങൾക്ക് നല്ലതുപോലെ ഇരുന്ന് പഠിക്കുവാനും കളിക്കുവാനുമുള്ള സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ടാണ് വർണ്ണക്കൂടാരി നമ്മുടെ ഈ സ്കൂളിൽ നിന്ന് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യപ്പെടുവാൻ പോകുന്നത്. എന്തുകൊണ്ടും നമ്മുടെ ഗവൺമെന്റ് കൊണ്ടുവരുന്ന പദ്ധതികളൊക്കെ തന്നെ അതിലൂടെ കൊണ്ടുവരുവാൻ, പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട, നിങ്ങളുടെ എവിടെ നോക്കിയാലും സാംസ്കാരിക പരിപാടികൾക്കായാലും മറ്റിതര പരിപാടികൾക്കായാലും അതിലൊക്കെ പോകുമെങ്കിലും സ്വന്തം സ്കൂള്, ആ സ്വന്തം സ്കൂളിലെ കുഞ്ഞുങ്ങളെ അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാനുള്ള പ്രവർത്തനത്തിന് കൂടി മുൻകൈയിരിക്കുന്ന ഒരു കൂടിയാണ് ഈ സ്കൂളിന്റെ എന്ന് പറയുന്നതിൽ ഞാൻ ഒട്ടും അമാനിക്കുന്നില്ല. അതിലെനിക്ക് വളരെ സന്തോഷമുണ്ട്. അത്തരത്തിലുള്ള എച്ച്എംമാർ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകണം, നമ്മുടെ സ്കൂളുകളിൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കപ്പെടുന്നവരാണ്. എല്ലാവരും ആ തരത്തിലേക്ക് ഉയർന്നു വരുന്നുവെന്ന് ചോദിച്ചാൽ അത് നമുക്ക് കാണുവാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുവാൻ സാധിച്ചത്. ഇത്തവണത്തെ കലോത്സവങ്ങളിൽ അത് താലൂക്ക് തലത്തിലും ജില്ലാതലത്തിലും ഒക്കെ കലോത്സവങ്ങളിൽ പോയി വിജയിച്ചു വന്ന ഒട്ടേറെ കുട്ടികൾ നമ്മുടെ ഇന്ത്യ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അപ്പൊ അത്തരത്തിലും കലോത്സവ വേദികളിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ എത്തിക്കണമെങ്കിൽ നേരെ വീട്ടിൽ നിന്ന് കൊണ്ടുപോയി കലോത്സവത്തിൽ പങ്കെടുപ്പിക്കുകയാണ്. നമ്മുടെ ഈ സ്കൂളിൽ തന്നെ അതിന് വേണ്ടുന്ന പരിശീലനം ഉൾപ്പെടെ കൊടുത്തുകൊണ്ടാണ് ആ കുട്ടികളെ കലോത്സവ വേദികളിൽ എത്തിക്കുവാനും സമ്മാനങ്ങൾ വാരി കിട്ടുവാനും ഈ സ്കൂളിൽ കഴിഞ്ഞത്. അത്തരത്തിൽ സമ്മാനങ്ങൾ കിട്ടിയ കുഞ്ഞുങ്ങളെയും ഞാൻ ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ ഈ സ്കൂള് മാത്രമല്ല, കേരളത്തിലെ എല്ലാ സ്കൂളുകളും ഹൈടെക് സ്കൂളുകളാക്കി മാറ്റുവാൻ, ആധുനിക സജ്ജീകരണങ്ങൾ കൊണ്ടുവരുവാൻ, അവിടെ എല്ലാം കെട്ടിടം, എനിക്ക് തോന്നുന്നു നമ്മുടെ നിയോജക മണ്ഡലത്തിൽ ഞാനിപ്പോൾ കെട്ടിടം കിട്ടാത്ത ആൾക്കാരുടെ എണ്ണം എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപൂർവമായ ചില LP സ്കൂളുകൾ, അവിടെ കുഞ്ഞുങ്ങളുടെ എണ്ണം കുറവാണ്. ആ സ്കൂളിൽ നമുക്ക് ഈ തരത്തിലുള്ള കെട്ടിടം നമുക്ക് കോടികൾ അനുവദിക്കുവാൻ പറ്റാത്തത് കൊണ്ടാണ് അത്തരത്തിൽ കെട്ടിടത്തിന് നമ്മൾ അനുമതി കൊടുക്കാത്തത്. എന്നാൽ 5 കോടി കിട്ടിയ നമ്മുടെ കടക്കൽ നമ്മുടെ സ്കൂൾ ഉൾപ്പെടെ ഇപ്പോൾ വീണ്ടും അടുത്ത തുകയ്ക്ക് വേണ്ടി കാത്തു നിർത്തിയാണ്. അപ്പൊ ഏതായാലും ശരി, കുട്ടികളുടെ എണ്ണം വർദ്ധിക്കുന്നതനുസരിച്ച് അടിസ്ഥാന സൗകര്യം, അവർക്ക് ഇരുന്ന് പഠിക്കുവാനുള്ള സൗകര്യം നമ്മൾ കൂട്ടിക്കൊണ്ടുവരികയാണ്. ഈ വൈകിവേളയിൽ എനിക്ക് ഇനിയും പരിപാടി ഉണ്ടായതുകൊണ്ട് ഞാൻ മറ്റു കാര്യങ്ങളിലേക്ക് ഒന്നും തന്നെ കടക്കുന്നില്ല. നിങ്ങളുടെ ഏവരുടെയും സാന്നിധ്യത്തിൽ ഇന്ന് ഇവിടെ നടത്തുന്ന ഈ പരിപാടി ചടയമംഗലം UPS അവിടെ സൗഗന്ധികം 2025 എന്ന പേരിലാണ് ഇത്തവണത്തെ അവരുടെ ഈ വാർഷികാഘോഷം ഇന്നവർ കൊണ്ടാടുന്നത്. അതിനകത്ത് പങ്കെടുക്കുവാൻ കഴിഞ്ഞ സന്തോഷമുണ്ട്. ഇതിന്റെ പൊതുയോഗവും അതോടൊപ്പം തന്നെ നമ്മുടെ ഈ വർണ്ണക്കൂടാരത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിങ്ങളുടെ ഏവരുടെയും സാന്നിധ്യത്തിൽ നിർവഹിച്ചതായി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി നമ്മുടെ മാന്യമായ ചടങ്ങുകൾ നടക്കാൻ പോകുന്നത് ഇവിടെ ബഹുമാനപ്പെട്ട മന്ത്രി സൂചിപ്പിച്ചതുപോലെ നമ്മുടെ സ്കൂളിൻ്റെ പ്രശസ്തി സംസ്ഥാന തലം വരെ എത്തുന്ന രീതിയിലുള്ള ഒരു പ്രോഗ്രാമായിരുന്നു പൈതൃകം പ്രോഗ്രാം. അപ്പോൾ അതിൻ്റെ ഡോക്യുമെൻ്ററി പ്രകാശനവും അടുത്ത നടക്കാൻ പോകുന്ന ചടങ്ങ്. ഈ ചടങ്ങ് നിർവഹിക്കുന്നത് നമ്മുടെ ബഹുമാന്യായ ബ്ലോക്ക് പഞ്ചായത്തിന്റെ അധ്യക്ഷ ശ്രീമതി ലളിത വിദ്യാധരനാണ്. അതുപോലെ തന്നെ ആ CD ഏറ്റുവാങ്ങുന്നത് നമ്മുടെ ബഹുമാന്യായ DU, നമ്മുടെ മുൻ ചടങ്ങുകളിലെ AU കൂടിയായിരുന്നു ശ്രീ R. സാറാണ്. ഈ രണ്ടുപേരെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുക.
ബഹുമാനപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട തിരുവനന്തപുരത്തേക്ക് നൽകിയ പ്രകാശനം ചെയ്യുകയാണ്. പൈതൃക ഗവൺമെൻറ് UP സ്റ്റഡിമംഗലത്തിൽ പുതിയതായി ആരംഭിക്കാൻ പോകുന്ന പ്രസംഗകലയുടെയും ഫുട്ബോൾ പരിശീലനത്തിൻ്റെയും മുന്നോടിയായിട്ടുള്ള CD പ്രകാശനമാണ് ഇപ്പോൾ നടന്നത്. പൈതൃകം എന്ന പേരിലാണ് CD പ്രകാശനം. റിപ്പോർട്ട് അവതരിപ്പിച്ച ഈ സ്കൂളിന്റെ പ്രിയപ്പെട്ട HM ശ്രീ മനോജ് മംഗലത്ത്, പദ്ധതി വിശദീകരിക്കുന്ന ശ്രീ സജി തോമസ്, നമ്മുടെ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത ഏറെ ബഹുമാനിയായിട്ടുള്ള മന്ത്രി ശ്രീമതി ജെ ചിഞ്ചുറാണി, വേദിയിലിരിക്കുന്ന ഗ്രാമപഞ്ചായത്തിന്റെ പ്രിയപ്പെട്ട പ്രസിഡന്റ് ശ്രീമതി മിനി സുനിൽ, മുൻ പ്രസിഡന്റ് JB ബിന്ദു, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്, അതുപോലെ തന്നെ പ്രിയപ്പെട്ട ബിജു സാറ്, നമ്മുടെ വേദിയിലിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ജനപ്രതിനിധികളും, അതുപോലെ തന്നെ നമ്മുടെ BRCയുടെ ഉൾപ്പെടെയുള്ള ഏറെ ബഹുമാന്യരെ, മാതൃസമിതിയുടെയും PTA-യുടെയും ഒക്കെ പ്രിയപ്പെട്ടവരെ, പ്രിയപ്പെട്ട രക്ഷകർത്താക്കളെ, കുഞ്ഞുങ്ങളെ, മാധ്യമ പ്രവർത്തകരെ, ഹലോ മക്കളെ, ഹലോ, സംസാരിക്കാതിരിക്കുവോ? ബഹളം വയ്ക്കുവോ? ബഹളം വെച്ചാൽ നമ്മൾ സംസാരിക്കത്തില്ല. ബഹളം വയ്ക്കുവോ? 2 മിനിറ്റ്. ചടയമംഗലം ഗവൺമെന്റ് UPSനെ സംബന്ധിച്ച് പറയുമ്പോൾ വിദ്യാഭ്യാസ രംഗത്ത് മാത്രമല്ല പാഠ്യേതര വിഷയങ്ങളിൽ സംസ്ഥാനത്തിന് വളരെ മാതൃകയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സ്കൂളാണ്. നമ്മുടെ സ്കൂളിന്റെ ഭൗതികമായിട്ടുള്ള സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി നമ്മുടെ നിയമസഭാ സാമാജികയായിട്ടുള്ള ബഹുമാനിയായിട്ടുള്ള മന്ത്രി ഇവിടെ ഒരു വലിയ കെട്ടിടം അനുവദിച്ചു തരുന്നതിന്റെ ശിലാസ്ഥാപനം നടത്തുന്ന കാര്യമെല്ലാം പ്രഖ്യാപിച്ച് വളരെയധികം അഭിമാനമാണ്. നമ്മുടെ മക്കൾക്ക് നന്നായി പഠിക്കുവാനും കളിക്കുവാനും അവർക്ക് സന്തോഷിക്കുവാനുമുള്ള എല്ലാ ഭൗതികമായിട്ടുള്ള സാഹചര്യങ്ങളുമാണ് നമ്മുടെ സ്കൂളിൽ ഒരുക്കുന്നത്. പഴയ കാലങ്ങളിലെല്ലാം വ്യത്യസ്തമായി നമ്മുടെ കുട്ടികളെ രക്ഷകർത്താക്കളേറെ സ്നേഹിക്കുകയാണ് അധ്യാപകര്. അതിന്റെ ഭാഗമായിട്ടാണ് കലാകായിക രംഗങ്ങളിൽ, അതുപോലെ ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിലെല്ലാം നല്ല മാർക്കുകൾ വാങ്ങി, അതുപോലെ തന്നെ സബ് ജില്ലാ കലോത്സവങ്ങളിൽ ഏറ്റവും ഉയർന്ന മാർക്ക് വാങ്ങാൻ കഴിഞ്ഞിട്ടുള്ള സ്കൂളാണ് വർഷങ്ങളായി. നമ്മുടെ കുഞ്ഞുങ്ങളുടെ സർഗവാസനകളെ കണ്ടെത്തിക്കൊണ്ട് അവർക്ക് ആവശ്യമായ സഹായങ്ങൾ നൽകിക്കൊണ്ടാണ് നമ്മുടെ വിദ്യാലയങ്ങളിലെ അധ്യാപകർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ SSLCയുടെയൊക്കെ പരീക്ഷ നടക്കുന്ന ഈ കാലഘട്ടത്തിൽ ഓരോ സ്കൂളുകൾ, ഹൈസ്കൂളുകളിൽ അധ്യാപകർ തന്നെ സ്വന്തം കയ്യിൽ നിന്ന് പൈസയിൽ എടുത്തുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് ട്യൂഷനൊക്കെ നൽകിക്കൊണ്ട് ഒരമ്മ അല്ലെങ്കിൽ ഒരു അച്ഛൻ എങ്ങനെയാണോ തന്റെ മക്കളെ നോക്കുന്നത്, അതുപോലെയാണ് നമ്മുടെ അധ്യാപകർ ഇന്ന് കുട്ടികളെ നോക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നത്. അതുതന്നെ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ വന്നൊരു വലിയ മാറ്റമാണ്. അതുപോലെ തന്നെയാണ് ഇവിടെ ഉദ്ഘാടന പൈതൃകം എന്ന് പറയുന്നത്. അതൊക്കെ നമ്മുടെ കുട്ടികൾ പഠിക്കേണ്ടതാണ്. നമ്മുടെ നാടിന്റെ പൈതൃകത്തെ സംബന്ധിച്ചും സംസ്കാരത്തെ സംബന്ധിച്ചും ഒക്കെ നമ്മുടെ നാടിന്റെ ചരിത്രത്തെ സംബന്ധിച്ച് ഒരുപാട് പ്രത്യേകതയുള്ള നാടാണ് ചടയമംഗലം. ജഡായുവിന്റെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന വിദേശ സഞ്ചാരികൾ ധാരാളം വന്നുകൊണ്ട് എണ്ണിയാലൊടുങ്ങാത്ത വിദേശ സഞ്ചാരികൾ ക്യാമ്പ് ചെയ്യുന്ന ഒരു പ്രദേശമായി നമ്മുടെ പ്രദേശം മാറിക്കഴിഞ്ഞു. അങ്ങനെ ചരിത്രത്തിൽ ഇടം നേടിയ ഒരു പ്രദേശത്തെ സ്ഥിതി ചെയ്യുന്ന ഒരു സ്കൂൾ എന്ന നിലയിൽ ഈ സ്കൂളിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഈ സ്കൂളിന്റെ നാളിതുവരെയുള്ള പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിച്ച ഒട്ടേറെ അധ്യാപകരുണ്ട്. അതുപോലെ നിരവധി PTA കമ്മിറ്റികളുണ്ട്. അവരുടെ എല്ലാം നിരന്തരമായ ഇടപെടലിന്റെ ഭാഗമായിട്ട് തന്നെയാണ്. അതുപോലെ തന്നെ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളുടെ അവരുടെ കഴിവിനനുസരിച്ചുള്ള സഹായത്തിന്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് നമ്മുടെ സ്കൂളിൽ ഇത്രയധികം ഉയരങ്ങളിൽ എത്തിയിട്ടുള്ളത്. തീർച്ചയായും ഇവിടെ ഈ വാർഷികാഘോഷത്തോടനുബന്ധിച്ച് നിരവധി കലാപ്രതിഭകളെ നമുക്ക് പുതുതായി കണ്ടെത്താൻ കഴിയും. ആ കുഞ്ഞുങ്ങളുടെ സർഗവാസനകളെ ആത്മാർത്ഥയോട് സ്നേഹിക്കുന്ന അധ്യാപകര് ആ തരത്തിൽ എല്ലാ കുഞ്ഞുങ്ങളെയും ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനും അതീതമായി, അതുപോലെ തന്നെ പാർശ്വവൽക്കരിക്കപ്പെട്ട പാവപ്പെട്ടവനെന്ന പണക്കാരെന്ന് നോക്കാതെ എല്ലാ കുട്ടികളെയും
ഒരുമയോടുകൂടി കണ്ടുനിന്നു ചേർത്ത് നിർത്തുന്ന വിദ്യാഭ്യാസ രീതി. മികവിന്റെ കേന്ദ്രങ്ങളായി എല്ലാ സ്കൂളുകളും മാറിക്കഴിഞ്ഞു. കേരളത്തിലെ ഗവൺമെന്റ്, ബഹുമാനിയായിട്ടുള്ള മന്ത്രി ശ്രീമതി ചിഞ്ചുറാണി എല്ലാ ഭാഗത്തെ നൽകിക്കൊണ്ട് നടത്തുന്ന കേരളത്തിലെ ഗവൺമെന്റ് വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാക്കിയിട്ടുള്ള മാറ്റങ്ങൾ, എത്രയോ നിർധന കുടുംബത്തിലെ കുട്ടികൾ നമ്മൾ ആരും സങ്കല്പിക്കുവാൻ പോലും കഴിയാത്ത മേഖലകളിൽ ഡോക്ടർമാരായാലും എഞ്ചിനീയർമാരായാലും പൈലറ്റുമാരായാലും അതിനപ്പുറമുള്ള ഇടങ്ങളിലേക്ക് പോയി വിദേശ രാജ്യങ്ങളിൽ പോയി ഉപരിപഠനം നടത്തിക്കൊണ്ട് ഉന്നത മേഖലകളിലെല്ലാം എത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതാണ് കേരളത്തിലെ വിദ്യാഭ്യാസ രീതി വന്ന മാറ്റം. തീർച്ചയായും ഇവിടെ ഈ വാർഷികാഘോഷത്തോടനുബന്ധിച്ച് ഒട്ടേറെ പരിപാടികളാണ് ഇവിടെ ഉദ്ഘാടനങ്ങൾ നടത്തുന്നത്. വർണ്ണക്കൂടാരം, അതുപോലെ തന്നെ പഞ്ചായത്ത് നിർമ്മിക്കുന്ന കെട്ടിടങ്ങളുടെ ഉദ്ഘാടനം, ഫുട്ബോൾ അക്കാദമി, ചടയമംഗലത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്ന ദേശീയ താരങ്ങളെ സൃഷ്ടിച്ചെടുത്ത ഒരു പഞ്ചായത്താണ്. അതിന്റെ നേതൃത്വം കൊടുക്കുന്നതടക്കമുണ്ട്. പുതിയ തലമുറയിലെ കുട്ടികളെ കായിക രംഗത്ത് വളർത്തിയെടുക്കുന്നതിന് അവർ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. അതോടൊപ്പം തന്നെ പ്രസംഗ പരിശീലനം, കുട്ടികളെ സംബന്ധിച്ച് പ്രസംഗിക്കാനുള്ള കഴിവുകളെ വളർത്തിയെടുക്കുന്നതിന് വേണ്ടി നമ്മളെ അധ്യാപകർക്കാണ്. അങ്ങനെ നിരവധി മേഖലകളിൽ ഉള്ള കഴിവുള്ള കുട്ടികളെ കഴിവ് തെളിയിക്കുന്നതിന് ആവശ്യമായ പരിശീലനം നൽകുന്നതിന് കൂടിയാണ് ഇത്തരത്തിലുള്ള കൂടിച്ചേരലുകൾ. പണ്ടുള്ളത് വ്യത്യസ്തമായി ഇപ്പൊ ധാരാളം അമ്മമാർ സ്കൂളുകളിൽ പങ്കെടുക്കുന്നുണ്ട്. അതൊക്കെ ഒരു പ്രത്യേകതയാണ്. തന്റെ കുട്ടിയുടെ പഠനത്തെക്കുറിച്ച് മനസ്സിലാക്കുവാനും അധ്യാപകരുമായി ആശയവിനിമയം നടത്തുവാനും അമ്മമാരുടെ സംഘം കൂട്ടത്തോടെ എത്തുകയാണ്. കേരളത്തിലുണ്ടായ മാറ്റങ്ങൾ ഏറ്റവും എടുത്തു പറയേണ്ടതാണ്. രക്ഷകർത്താക്കൾ തന്റെ മക്കളെ നന്നായി ശ്രദ്ധിക്കുന്ന ഒരു കാലഘട്ടം. അതുപോലെയാണ് നമ്മുടെ അധ്യാപകർ. തീർച്ചയായും ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുള്ള ഈ പരിപാടികളെല്ലാം ഈ നാടിന് വേണ്ടി സമർപ്പിക്കപ്പെടുമ്പോൾ അത് നിറഞ്ഞ മനസ്സോട് ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഈ നാടിന്റെ, ഈ സ്കൂളിന്റെ പുരോഗതിക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഇതിനുശേഷം നടക്കുന്ന കലാപരിപാടികളിൽ വിജയികളാവുന്ന കുട്ടികൾ നമ്മുടെ നാടിന്റെ അഭിമാനങ്ങളായി, മണിമുത്തുകളായി മാറട്ടെ, അവര് വളർന്ന് വലുതാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ആ രീതിയിലേക്ക് ആനയിക്കുന്ന പ്രിയപ്പെട്ട HM-ഉം അതുപോലെ തന്നെ അധ്യാപികമാരും അധ്യാപകരും വികസന സമിതി അടക്കമുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും സന്തോഷപൂർവ്വം അഭിവാദ്യം ചെയ്തുകൊണ്ട് എന്നോട് നേരത്തെ വിവരം സൂചിപ്പിച്ചിരുന്നു. ബഹുമാനിയായിട്ടുള്ള മന്ത്രിയുടെ മുമ്പിൽ വെച്ച് പറയുമ്പോൾ നമുക്ക് ബ്ലോക്ക് പഞ്ചായത്തുകൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആവശ്യമില്ലാതെ ഞങ്ങൾക്ക് ഇടപെടാൻ കഴിയാത്തൊരവസ്ഥയുണ്ട്. കേരളത്തിലെ ജില്ലാ പഞ്ചായത്തുകൾക്ക് ബഹുമാനപ്പെട്ട ഗവൺമെന്റിനും അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തുകൾക്ക് മാത്രമേ കഴിയൂ. നമ്മുടെ ബഹുമാനിയായിട്ടുള്ള PTA പ്രസിഡന്റ് ശ്രീ മഞ്ചേഷ്, ശ്രീ മനോജ് വന്നിരുന്നു കാണാൻ, നമ്മൾ ക്ഷണിക്കാൻ വന്നിരുന്നു. അപ്പോൾ അവരുടെ ആവശ്യം പറഞ്ഞു. തീർച്ചയായും ഞാനും ഞങ്ങളുടെ വൈസ് പ്രസിഡന്റ്, ഞങ്ങളുടെ സ്റ്റിയറിംഗ് കമ്മിറ്റി ആലോചിച്ചുകൊണ്ട് തന്നെയാണ് ഒരു തീരുമാനമെടുത്തത്. നമ്മൾ ഈ ഒരു സ്കൂളെടുത്ത് ബാക്കി നമ്മുടെ നിയോജക മണ്ഡലത്തിലെ എല്ലാ സ്കൂളുകളിലും നമ്മുടെ പാവപ്പെട്ട നമ്മുടെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് അവരുടെ പ്രാഥമിക ആവശ്യം നിറവേറ്റുവാനുള്ള സൗകര്യങ്ങൾ നൽകിക്കഴിഞ്ഞു. തീർച്ചയായും ഈ സ്കൂളിന് അർഹമായിട്ടുള്ള ഭാഗത്ത് നൽകിക്കൊണ്ട് 15 ലക്ഷം രൂപ ടോയ്ലറ്റ് നിർമ്മാണത്തിന് തരാമെന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത റിവിഷൻ ലെവൽ വെച്ചുകൊണ്ട് മാസത്തോടുകൂടി പണി നടത്തുന്നതിന് ആവശ്യമായ നിലപാടുകൾ എടുക്കുവാനാണ് ഞങ്ങൾ കമ്മിറ്റി കൂട്ടായി തീരുമാനമെടുത്തിട്ടുള്ളത്. ഇന്നിപ്പോ വൈസ് പ്രസിഡന്റ് മറ്റൊരു സ്ഥലത്ത് പോയിരിക്കുകയാണ്. ഞങ്ങൾ കൂട്ടായിട്ട് ബ്ലോക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ച് പറയുമ്പോൾ 15 പേരടങ്ങുന്ന കമ്മിറ്റി ഒരേ മനസ്സോടുകൂടി നിന്നുകൊണ്ട് പൊതുവായ വികസനത്തിന് യാതൊരു തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസമില്ലാതെ ഒരുമയോട് നിന്നുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. അത് ഈ നാട്ടിലെ ആളുകളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ അതിന് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. തീർച്ചയായും ആ ഒരു പ്രോത്സാഹനവും സഹായവും വരുന്ന നാളുകളിൽ പ്രതീക്ഷിച്ചുകൊണ്ട് ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. അഭിവാദനങ്ങൾ. അടുത്തതായി ഇവിടെ പഞ്ചായത്തിന്റെ വിവിധങ്ങളായ നിർമ്മിതികളുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി ബഹുമാന്യായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി മിനി സിജില ക്ഷണിക്കുക. ബഹുമാന്യനായിട്ടുള്ള യോഗത്തിന്റെ അധ്യക്ഷനും സ്കൂളിന്റെ PTA പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ശ്രീ മഞ്ചേഷ്, സ്വാഗതം ആശംസിച്ച ശ്രീ ജാബിർ SMC ചെയർമാൻ, റിപ്പോർട്ട് അവതരണം നടത്തിയ സ്കൂളിന്റെ HM മനോജ് മംഗലത്ത് അവർ, നമ്മുടെ വാർഷികാഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിച്ച ബഹുമാനിയായിട്ടുള്ള കേരളത്തിന്റെ ക്ഷീരവികസന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ചിഞ്ചുറാണി അവർ, ബ്ലോക്ക് പഞ്ചായത്തിന്റെ ബഹുമാനിയായിട്ടുള്ള പ്രസിഡന്റ് ലതിക വിദ്യാധരൻ അവർ, ഗ്രാമപഞ്ചായത്തിന്റെ ബഹുമാന്യനായിട്ടുള്ള വൈസ് പ്രസിഡന്റ് A രാജു അവർ, ഗ്രാമപഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റ് JV ബിന്ദു,
ബഹുമാന്യരായിട്ടുള്ള എന്റെ സഹപ്രവർത്തകരായിട്ടുള്ള ജനപ്രതിനിധികൾ, ഏറെ ബഹുമാന്യനായിട്ടുള്ള ബിജു സാർ അടക്കം വേദിയിലിരിക്കുന്ന ഏറെ പ്രിയപ്പെട്ട ബഹുമാന വ്യക്തിത്വങ്ങൾ, ബഹുമാന്യരായിട്ടുള്ള അധ്യാപകർ, അനധ്യാപകർ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, കുഞ്ഞുങ്ങളെ, നമ്മുടെ മിനിസ്റ്റർ വളരെ വിശദമായി തന്നെ കാര്യങ്ങളെല്ലാം ഇവിടെ പറഞ്ഞു. സംസാരിക്കുന്നതിന് മുമ്പ് തന്നെ മിനിസ്റ്റർക്ക് അത്യാവശ്യമുണ്ട് പോകുന്നതിന്, അതുകൊണ്ട് തന്നെ വാക്കുകൾ വളരെ ചുരുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒട്ടനവധി കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. നമുക്കറിയാം, നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ച് നമ്മുടെ ഗ്രാമപഞ്ചായത്തിന് വിട്ടുകിട്ടിയ 2 സ്കൂളുകളാണ് നമ്മുടെ ഗവൺമെന്റ് UPS വെള്ളൂപ്പാറയും ഗവൺമെന്റ് UPS മേടയിലും. ഈ 2 സ്കൂളുകളിലും വളരെ മികവാർന്ന പ്രവർത്തനങ്ങളാണ് സ്കൂളുകളിൽ കാഴ്ചവെക്കുന്നതും. അതുപോലെ തന്നെ നമ്മുടെ ജില്ലയിലെ തന്നെ അറിയപ്പെടുന്ന സ്കൂളാണ് നമ്മുടെ ഈ മേട സ്കൂൾ എന്ന് പറയുന്നത്. നമ്മുടെ നേരത്തെ ബ്ലോക്ക് പ്രസിഡന്റ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ പഠന പ്രവർത്തനങ്ങളിലേക്കാൾ ഉപരി ഒന്നിനും മാറ്റി നിർത്താത്ത രീതിയിലുള്ള കലാകായിക പ്രവർത്തനങ്ങളാണ് ഈ സ്കൂളിൽ. ഒരുപക്ഷെ ഈ മനോജ് സാറുടെ വന്നതിന് ശേഷം കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഈ സ്കൂളുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. അതൊരു കൂട്ടായ്മയുടെ പ്രവർത്തനമാണ്. ഒരാളുടെ മാത്രമല്ല, ഇവിടുത്തെ PTA-യുടെയും SMC-യുടെയും അതുപോലെ തന്നെ നമ്മുടെ അധ്യാപകരുടെയും എല്ലാവരുടെയും കൂട്ടായ പ്രവർത്തനങ്ങൾ കൊണ്ടാണ് ഈ സ്കൂള് നേരത്തെ പറഞ്ഞതുപോലെ 119 വർഷം പിന്നിടുന്ന ഈ മുത്തശ്ശി സ്കൂള് ഇത്രയും മികവാർന്ന പ്രവർത്തനങ്ങളിലൂടെ നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെയും ജില്ലയിലെയും ഏറ്റവും അറിയപ്പെടുന്ന സ്കൂളായി മാറിയത്. തീർച്ചയായിട്ടും ഇവിടുത്തെ സ്കൂളിന്റെ വികസന പ്രവർത്തനത്തിനും അതുപോലെ നമ്മുടെ കുട്ടികളുടെ പഠന പ്രവർത്തനത്തിനും മറ്റു കാര്യങ്ങൾക്കും എല്ലാം തന്നെ ഗ്രാമപഞ്ചായത്തിനോട് ആവശ്യപ്പെടുന്ന ഫണ്ടുകളെല്ലാം തന്നെ നമ്മുടെ കമ്മിറ്റിയിൽ വയ്ക്കുകയും അത് അനുവദിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇവിടെ നമ്മുടെ കുട്ടികൾക്ക് പഠിക്കുന്നതിന് വേണ്ടി ഒരു ക്ലാസ് റൂം, സ്റ്റോർ റൂം എന്നാണ് ആദ്യം പറഞ്ഞതെങ്കിലും അത് ക്ലാസ് റൂമായിട്ട് പണിത് കൊടുക്കുകയും ഏകദേശം 14 ലക്ഷത്തിലധികം രൂപ ഗ്രാമപഞ്ചായത്തിന്റെ പദ്ധതി വിഹിതത്തിൽ നിന്ന് മാറ്റിവെച്ചുകൊണ്ടാണ് അത്തരത്തിലൊരു ക്ലാസ് റൂം ചടയമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഇവിടെ പണിഞ്ഞു കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ഈ സ്കൂളില് നേരത്തെ തന്നെ ഇവിടുത്തെ വേസ്റ്റ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് വളരെയേറെ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട്. നമ്മുടെ മനോജ് സാറും അതുപോലെ PTA-യിൽ നിന്നും പൈസ എടുത്തുകൊണ്ട് തന്നെ ഈ വേസ്റ്റ് മാനേജ് ചെയ്യുന്നതിന് വേണ്ടി ഒട്ടനവധി ബുദ്ധിമുട്ട് അവർ അനുഭവിച്ചിട്ടുണ്ട്. ഇതെല്ലാം നമ്മുടെ പഞ്ചായത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ഗ്രാമപഞ്ചായത്തിന്റെ പദ്ധതി വിഹിതത്തിൽ നിന്നും ഏകദേശം 3.5 ലക്ഷം രൂപയോളം മാറ്റിവെച്ചുകൊണ്ടാണ് തുമ്പൂർ മുടി എന്ന് പറയുന്ന പ്രോജക്റ്റിന് ഇവിടെ നേതൃത്വം കൊടുക്കുകയും അതിന്റെ പണി മുഴുവനായി തീർത്തു കൊടുക്കുകയും ചെയ്യാൻ ഗ്രാമപഞ്ചായത്തിന് സാധിച്ചിട്ടുണ്ട്. ഈ വൈകിയ വേളയിൽ ഒട്ടനവധി കാര്യങ്ങളിലേക്കൊന്നും കടക്കാതെ തന്നെ ഈ 2 പദ്ധതികളുടെയും ഉദ്ഘാടനം ഔപചാരികമായി നിർവഹിച്ചതിനോടൊപ്പം തന്നെ ഇവിടെ പങ്കെടുത്ത എല്ലാ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഒരു നല്ല വാർഷികാഘോഷ ആശംസകൾ കൂടി നേർന്നുകൊണ്ട് നിർത്തുന്നു. ഒരു ചെറിയ ചടങ്ങുകളുണ്ട്. നമ്മുടെ ഈ അന്തർഗം, അതായത് 2023-24 അധ്യയന വർഷത്തെ ഏറ്റവും മികച്ച വിദ്യാലയത്തിനുള്ള മികവ് അവാർഡ് ജില്ലയിൽ 1ാം സ്ഥാനവും സംസ്ഥാന തലത്തിൽ വളരെ പരാമർശവും ലഭിച്ച നമ്മുടെ ഈ പരിപാടി പൈതൃകം നമുക്ക് അവാർഡ് കിട്ടാൻ നമ്മളോടൊപ്പം നമ്മൾ വളരെ കഠിനമായി പരിശ്രമിക്കുകയും വളരെ ആത്മാർത്ഥമായ അധ്വാനത്തിന്റെ ഫലമായി നമ്മുടെ പ്രിയങ്കരനായ HM-ന്റെ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഇതെല്ലാം നടന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ആദരിക്കണം. നമ്മുടെ അധ്യാപക സുഹൃത്തുക്കൾക്കും അതുപോലെ തന്നെ PTA-ക്കും തോന്നിയതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് ഒരു ചെറിയ ആദരവ് PTA-യുടെയും അധ്യാപകരുടെ നേതൃത്വം നൽകാൻ ബഹുമാനപ്പെട്ട മന്ത്രിയോട് അഭ്യർത്ഥിക്കുന്നു. ഫുട്ബോൾ മത്സരിച്ചിട്ടുണ്ട്. ഫുട്ബോൾ നമ്മുടെ കേരള താരമായിരുന്ന ശ്രീ സതീഷ് കൈമാറിക്കൊണ്ട് ബഹുമാനപ്പെട്ട മന്ത്രി നിർവഹിക്കുന്നു.
നമ്മുടെ വർണ്ണക്കൂടാരം പദ്ധതിയുടെ ഉദ്ഘാടനം അവിടെ വർണ്ണക്കൂടാരം നിങ്ങളെല്ലാം കണ്ടു കാണും. മനോഹരമായ രീതിയിൽ സജ്ജീകരിച്ചിരിക്കുന്ന വർണ്ണക്കൂടാരം നിങ്ങൾ കണ്ടു കാണും. അതിന്റെ നാടൻ കുറിച്ചുള്ള ഉദ്ഘാടനം കൂടി നിർവഹിക്കാറുണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് എല്ലാവരും വേദിയിലേക്ക് എത്തിച്ചേരുന്നതാണ്. നമ്മുടെ പരിപാടികൾ തുടരും. സമ്മാനദാനം അതിനുശേഷം നടക്കും. 5 മിനിറ്റ് തിരിച്ചത് കേട്ടോ. അത് അവിടെ അങ്ങോട്ട് എന്തെങ്കിലും വിജയിച്ചു. ഈ സ്റ്റാൻഡ് വേണത് വണ്ടി കിടമുണ്ട്. വണ്ടി കിടമുണ്ട്. അല്ല കൈ അടക്കില്ല. കൈ അത് 11-14 രൂപ മീറ്റിംഗ് മാറ്റം. അല്ല 24. ഇവിടെ UP സ്കൂളിൽ സംഘടിപ്പിച്ചിട്ടുള്ള വർണ്ണക്കൂടാരത്തിൻ്റെ നാടകക്കുറിച്ച് ഉദ്ഘാടനം ബഹുമാന്യ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ശ്രീമതി ചിഞ്ചു റാണി നിർവഹിക്കുന്നു. അയ്യോ കിട്ടിയില്ലേ? രണ്ടിനോട് പിടിക്കണം. ഓക്കെ അതും വാർത്തേ. അയ്യോ നാളെ വെള്ളത്തിൽ കയറി കുളിക്കുവോ? തെങ്ങിനും കൂടെ വെള്ളം വരില്ലേ? നന്നായി. ഇതുപോലത്തെ കളർ പൂക്കൾ കൊണ്ടിരിക്കണേ. നന്നായിരിക്കും. എന്നും പൂത്ത് നിൽക്കുകയും ചെയ്യും. നല്ലോണ്ട്. ഇനി പ്രസിഡന്റ് ഉദ്ഘാടനം ഉണ്ട്. ഫോൺ കിട്ടിയാ? ഫോൺ കൊണ്ട് ഇപ്പുറത്ത് വന്നു. അങ്ങോട്ട് കൂടി കിടന്ന് കറങ്ങുക. ഇനി ബാത്റൂമൊക്കെ റെഡിയാണ്. ഒരുപാട് പൊക്കണം. ഓടിയാ
ഇതും അതുപോലുള്ള ക്ലാസ് അത് പഴയതാ, നേരത്തെ ഉള്ളതാ. UP സ്കൂളിന് പുതിയതായി പഞ്ചായത്ത് നിർമ്മിച്ച് നൽകിയ ക്ലാസ് റൂമിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനം ശ്രീമതി പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി മിനി സുനിൽ ഉദ്ഘാടനം ചെയ്ത ദൃശ്യമാണ് കർഷകർ ഇപ്പോൾ കണ്ടത്. മനോജ് മാറാ കഴിഞ്ഞു. ഓ ഇവിടെ ഉള്ളൂ പിള്ളേരൊന്നും കേറിയില്ല ഊഞ്ഞാലാടാനൊന്നും. ഇതവർക്ക് മണലിൽ കളിക്കാനുള്ള മണലാ. അതെ ആ നന്നായി പൂക്കളൊക്കെ ഇപ്പൊ വെച്ച് പിടിപ്പിച്ചാണ് ഈ പൂക്കളൊക്കെ. അല്ല, ഇത് നമ്മൾ നേരത്തെ ആയി വന്നതാ. മണലിലെ കടലിലെ സൈസ് മണലാ, പഞ്ചാര മണല. അപ്പൊ ഉരുണ്ടാലും പറ്റില്ല. നേരെ നിങ്ങൾക്ക് എന്തായാലും ഇത് കാണാമല്ലോ. ശരി, പുതിയ കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നു. മറ്റേ അവര് പിന്നെ ഒന്നില്ലേ പിന്നെ വന്ന് പോയിന്റെ പുറകെ വന്ന് അതാ സൂചന എന്ന് പറഞ്ഞത്. ഞാൻ കളിച്ചില്ല, ഞാൻ കല്ലെടുത്തെറിഞ്ഞ് ഓടിച്ചല്ല എന്നതില് പുതിയ കാര്യങ്ങൾ ആലോചിക്കുന്ന സൂചന അതാ. പാറയേറ്റെടുക്കാൻ പോകുന്നൊക്കെ വലിയൊരു അവിടെ ചെന്ന് തുടങ്ങണം. എന്നാ ബേസ് കണ്ണാടി എടുത്തു കണ്ണാടി വാർഷിക ആഘോഷങ്ങളെ പറ്റി പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ചടയമംഗലം ഗവൺമെൻറ് UP സ്കൂളിലെ 119ാം വാർഷികാഘോഷം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ആഘോഷത്തെക്കുറിച്ചും ഇവിടുത്തെ ഒരു പൂർവ്വ വിദ്യാർത്ഥി എന്ന നിലയിൽ ചടയമംഗലത്തിൻ്റെ സ്വന്തം കലാകാരൻ, മഴവിൽ മനോരമയിലെ ഒരു ചിരി ബമ്പർ ചിരി താരം ശ്രീ അഖിൽ ചടയമംഗലം വിശേഷങ്ങളുമായി ഒരല്പസമയം. നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? വാർഷികാഘോഷമൊക്കെ എങ്ങനെ എന്ത് പറയുന്നു? വളരെയധികം ഗംഭീരമായിട്ട് നടക്കുന്നുണ്ട്. അപ്പം നമ്മുടെ കുഞ്ഞുങ്ങളുടെ കലയായിട്ടുള്ള മാറ്റൊരുക്കലും അതുപോലെ ഈ സ്കൂളിൽ വന്ന വികസനങ്ങളും ഒരുപാട് നമ്മുടെ മനോജ് മംഗലത്ത് സാറിൻ്റെ നേതൃത്വത്തിൽ ഈ ഒരു സ്കൂള് അത്രയധികം മനോഹരമായിട്ട്
കുട്ടികൾക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങളും അവർക്ക് വേണ്ടുന്ന എല്ലാവിധ സപ്പോർട്ടുകളും നൽകി അവരോടൊപ്പം കൂടെ നിൽക്കുന്ന ഒരു മഹത് വ്യക്തിയാണ് ശ്രീ മനോജ് മംഗലത്ത് സാർ. അതോടൊപ്പം സാറിനോടൊപ്പം സഹകരിച്ച് നിൽക്കുന്ന ഈ സ്കൂളിലെ എല്ലാ അധ്യാപികമാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം ഈ സ്കൂളിലെ വാർഷികത്തിന് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. അഖിലിന് എല്ലാവിധ വിജയ ആശംസകളും സാക്ഷി TV നേരുന്നു. വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ നന്ദി, നമസ്കാരം. ഗവൺമെന്റ് വിദ്യാഭ്യാസത്തെ 24-25 സാമ്പത്തിക അക്കാഡമിക് വർഷത്തിലെ സൗഗന്ധികം 25 എന്ന വാർഷികാഘോഷ പരിപാടിയുടെ സമാപന സമ്മേളനമാണ്. സ്വാഭാവികമായും നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മുടെ ഭൗതിക സാഹചര്യങ്ങളെല്ലാം തന്നെ വളരെയധികം മെച്ചപ്പെട്ട ഒരു സ്ഥിതിയിലേക്കാണ് നാം എത്തുന്നത്. ചടയമംഗലം ഗ്രാമപഞ്ചായത്തായാലും നേരത്തെ സൂചിപ്പിച്ച പോലെ ബ്ലോക്ക് പഞ്ചായത്തുകളായാലും സംസ്ഥാന ഗവൺമെന്റുകളായാലും തന്നെ ഈ സ്കൂളിൻ്റെ ആയിട്ട് ഭൗതിക സാഹചര്യം വളരെയധികം മെച്ചപ്പെട്ട നിലയിലേക്ക് എത്തിച്ചേരുന്ന ശ്രമത്തിലുള്ള സംഭാവനകൾ നൽകുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തി നിൽക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് ആശിച്ചതുപോലെ ആഗ്രഹിക്കുന്നതുപോലെ ഗുണമേന്മ വിദ്യാഭ്യാസത്തിലേക്ക് കടക്കേണ്ട കാലഘട്ടമായിരിക്കുമെന്നാണ് നാം മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ ഗവൺമെന്റ് വിദ്യാഭ്യാസ സ്കൂൾ ആ സംസ്ഥാന സർക്കാരിന്റെ ഉദ്ദേശ ലക്ഷ്യത്തോടുകൂടി അതിന്റെ ആദ്യ സ്റ്റെപ്പിലേക്ക് കടന്നിരിക്കുന്നു എന്ന് അറിഞ്ഞതിൽ ഒട്ടനവധിയായിട്ടുള്ള പ്രോഗ്രാംസ് ആണ് ഇന്നിവിടെ വരും വർഷങ്ങളിലൂടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും മികച്ച ഒരു പ്രോഗ്രാമായിട്ടുള്ള ഗുണമേന്മ വിദ്യാഭ്യാസം നമ്മുടെ സർക്കാർ മേഖലയിലാണ് നടപ്പിലാക്കാൻ പോകുന്നു. അതിന് ഗവൺമെന്റ് വിദ്യാഭ്യാസം എടുത്ത ഈ എഫർട്ട് ഏറ്റവും കൂടുതൽ അംഗീകരിക്കപ്പെടുന്നു, അർഹത അംഗീകരിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വാർഷികാഘോഷത്തിൽ പങ്കെടുത്ത മുഴുവൻ പേർക്കും ചടയമംഗലം ഗ്രാമപഞ്ചായത്തിനുള്ള അഭിനന്ദനങ്ങൾ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് അടുത്തതായി ബഹുമാനായ CEO ശ്രീ ആർ ബിജു സാർ സാറിനെ സംസാരിക്കും. വളരെ ബഹുമാനായ സംസ്ഥാന ഉദ്ഘാടനം ചെയ്യാൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ചിന്തനങ്ങളിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബഹുമാനായ വിദ്യാർത്ഥികൾ മിനിസ്റ്റർ എന്നെ കേൾക്കുന്ന സ്നേഹവാത്സല്യമായ കൊച്ചുകുട്ടികാരെ രക്ഷിതാക്കൾ ചടയമംഗലം ജില്ലയിലെ ഏറ്റവും മികവുള്ള അക്കാദമിക മികവുള്ള ഒരു വിദ്യാലയമായി ചടയമംഗലം UPS മാറുകയാണ്. ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളുടെയും സർക്കാരിൻ്റെയും പൊതുജനങ്ങളുടെയും എല്ലാം അകമഴിഞ്ഞ സഹകരണം ഈ വിദ്യാലയത്തിന് നാളിതുവരെ ലഭിച്ചിട്ടുണ്ട്. നാളുകളിലും ഭൗതിക സാഹചര്യങ്ങൾ മാറുമ്പോൾ കൂടുതൽ കുട്ടികൾ വിദ്യാലയങ്ങൾ വന്നു ചേർന്ന് ഈ വിദ്യാലയം വളരെ മികവുള്ളതായി മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധമായ ആശംസകളും ഈ അവസരത്തിൽ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. പുതുതായി ആശംസകൾ അറിയിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഈ വാർഡിന്റെ മെമ്പർ ശ്രീമതി മഞ്ജു മരപ്പിള്ളയെ ക്ഷണിക്കുകയാണ്. വേദിയിൽ സദസ്സിലിരിക്കുന്ന വ്യക്തിത്വങ്ങളെ, രക്ഷകർത്താക്കളെ, പ്രിയപ്പെട്ട കുട്ടികൾ, ഇവിടെ ഞാൻ നോക്കിയത് ഇവിടെ അമ്മമാരുണ്ട്, ചെറുപ്പക്കാരായ രക്ഷകർത്താക്കളുണ്ട്, പ്രിയപ്പെട്ട കൊച്ചു കുട്ടികളുണ്ട്. എല്ലാവരും അവരുമൊക്കെ ഈ അമ്മമാരൊക്കെ പഠിച്ച സ്കൂൾ എന്നുള്ള നിലയിലായിരിക്കും എല്ലാവരും എത്തിച്ചേർന്നിരിക്കുന്നതെന്ന് എൻ്റെ വിശ്വാസം. അപ്പൊ എല്ലാവരും ഇവിടെ നിറഞ്ഞ സദസ്സാണ്. അത് കാണുന്നത് തന്നെ എന്തൊരു വലിയൊരു ഭാഗ്യവും സന്തോഷവും ഒക്കെ തോന്നുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ ഈ വാർഷികാഘോഷ വേളയിൽ പങ്കെടുത്ത
എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എൻ്റെ എല്ലാവിധമായ ആശംസകളും നേരുകയാണ്. നമ്മൾ കൂടുതൽ ധരിക്കുന്നില്ല, കാരണം മത്സരങ്ങളല്ല, അവരുടെ കഴിവുകൾ തെളിയിക്കേണ്ടുന്ന കലാപരിപാടികളൊക്കെ അവതരിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെയുള്ള കലാപരിപാടികളെല്ലാം സസൂക്ഷ്മം വീക്ഷിക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിരിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എൻ്റെ എല്ലാവിധമായ ആശംസകൾ അർപ്പിക്കുകയാണ്. നന്ദി. അടുത്തായി മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ശ്രീമതി ദേവി ഗോപാലകൃഷ്ണൻ. വേദിയിൽ സാഹസത്തിലുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, രക്ഷകർത്താക്കളെ, ഇവിടെ ഒരുപാട് കാര്യങ്ങളെല്ലാം തന്നെ ഇന്ന് ഉദ്ഘാടനത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. നമുക്കറിയാം, സർക്കാർ സ്ഥാപനങ്ങളെല്ലാം തന്നെ ഇന്ന് മികവിൻ്റെ കേന്ദ്രങ്ങളായി മാറുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് നമ്മൾ വർണ്ണക്കൂടാരം ഇവിടെ ഉദ്ഘാടനം നടത്തിയത്. നമ്മുടെയൊക്കെ കുട്ടിക്കാലങ്ങളിൽ നമുക്ക് കാണുവാൻ പോലും കഴിയാത്ത കാര്യങ്ങളാണ് ഇന്ന് സർക്കാർ തലത്തിൽ ചെയ്തുകൊണ്ട് നമ്മുടെ ഗവൺമെൻറ് സ്കൂളുകളെല്ലാം തന്നെ മികവിൻ്റെ കേന്ദ്രങ്ങളായി മാറുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ സ്കൂളിലെ അധ്യാപകരെല്ലാം നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് പാഠ്യവിഷയങ്ങളിലായാലും പാഠ്യേതര വിഷയങ്ങളിലായാലും നല്ല പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ഗവൺമെൻറ് സ്കൂളിലേക്ക് കുട്ടികൾ ഇന്ന് വന്നു ചേർന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇവിടെ ഓരോ സമയത്തും നടക്കുന്ന മികവിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം കായിക വിഷയങ്ങളിലായാലും പാഠ്യവിഷയങ്ങളിലായാലും ഒക്കെ മുൻപന്തിയിൽ നിന്നുകൊണ്ട് നമ്മുടെ മേടയിൽ UP സ്കൂളായാലും വെള്ളിപ്പാറ UP സ്കൂളായാലും നല്ല നിലയിലാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ ഇന്ന് ഏറ്റെടുത്തുകൊണ്ടുവരുന്നത്. തീർച്ചയായിട്ടും ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ടുവരുന്ന ഇതിൻ്റെ SMCA, അതുപോലെ തന്നെ PT അംഗങ്ങൾ, ഇവിടുത്തെ പ്രിയമുള്ള രക്ഷകർത്താക്കൾ, നമ്മുടെ സ്കൂളിലെ അധ്യാപകർ, അതുപോലെ ഇതിൻ്റെ HM എല്ലാവർക്കും ഇന്ന് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടി ബഹുമാനായ വാർഡ് മെമ്പർ ശ്രീ PS സുനിൽകുമാറിനെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, വേദിയിലും സദസ്സിലുമുള്ള പ്രിയമുള്ളവരെ, നിങ്ങളുടെ പ്രസംഗത്തിൽ സംസാരിക്കേണ്ട ആവശ്യമില്ല. പാഠ്യേതര വിഷയങ്ങളിൽ അതുപോലെ തന്നെ കായിക പ്രവർത്തനങ്ങളിലൊക്കെ നമ്മുടെ കേരളത്തിൽ തന്നെ മാതൃകയായി നിൽക്കുന്ന ഒരു കലാലയമാണ് മേടയിൽ ഗവൺമെൻറ് UPS. അതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ല. ഈ ചടങ്ങിന് എല്ലാവിധ ആശംസയും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഇവിടെ ഞങ്ങളുടെ സമ്മാനദാനമാണ്. ആദ്യമേ നമുക്ക് 2023-24 അധ്യയന വർഷത്തെ ഏറ്റവും മികച്ച വിദ്യാലയത്തിനുള്ള മികവ് അവാർഡ് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ട്രോഫി നമ്മുടെ ബഹുമാനിയായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK അധ്യാപക പ്രതിനിധിക്ക് കൈമാറുകയാണ്. തുടർന്ന് സമ്മാനദാനം. LSS സ്കോളർഷിപ്പ് 2024 വിന്നേഴ്സ് ആണ് ആദ്യം വിളിക്കുന്നത്. ഫൈഖ ഫാത്തിമ, ആമിന നവാസ്, ദീപ്തി P, ബയാന നൗറീൻ, നാസർ മുഹമ്മദ്, മുഹമ്മദ് ഇൻസാൻ, ഷഹബാന ഹുസൈൻ, ഐഷ N, G
ജി ലക്ഷ്മി കൃഷ്ണ, ഇർഫാന, അമീർ എസ്.എൽ. അടുത്തതായി USS സ്കോളർഷിപ്പ് 2024 ഗിഫ്റ്റ് സ്റ്റുഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട 3 വിദ്യാർത്ഥികൾ: മാധവ് കൃഷ്ണ എസ്, മിഥുൻ കൃഷ്ണ എസ്, നീരജ് ജി, USS വിന്നർ മിഥുൻ പ്രദീപ്, നേഹ ജയകുമാർ. LP അറബിക് ക്വിസ് സംസ്ഥാനതല വിജയി ഷിസ ഫാത്തിമ. UP അറബിക് ക്വിസ് ജില്ലാതല വിജയി ഫൈസ ഫാത്തിമ. അടുത്തതായി ടാലന്റ് സെർച്ച് എക്സാം വിജയി നൂറ ദിയാന. എല്ലാ വർഷവും നടത്തി വരുന്നത് പോലെ നടത്തിയ മെഗാ പത്ര ക്വിസിന്റെ LP വിഭാഗം സെക്കൻഡ് പ്രൈസ് ശ്രീനന്ദ് എസ് നായർ. UP വിഭാഗം അതുല്യ കൃഷ്ണ. രണ്ടായിരത്തി 24-25 വർഷത്തിൽ ഇവിടെ നടത്തുന്ന എൻഡോമെന്റുകളാണ് ഈ വിളിക്കുന്നത്. BK ശ്രീധരൻ ഉണ്ണിത്താൻ മെമ്മോറിയൽ ട്രോഫി അർഹരായിരിക്കുന്നത് മിഥുൻ കൃഷ്ണ. മേടയിൽ N ഹരികുമാർ മെമ്മോറിയൽ ട്രോഫി LP വിഭാഗം ദിയ എസ്, UP വിഭാഗം ദീപിന എസ്. റുബിയ ഷംസുദ്ദീൻ മെമ്മോറിയൽ ട്രോഫി LP കലോത്സവത്തിൽ ഉയർന്ന പോയിന്റ് നേടിയ വിദ്യാർത്ഥി ശ്രീനന്ദ് എസ് നായർ. അടുത്തതായി ശ്രീമതി B ഇന്ദിര റിട്ടയർമെന്റ് ട്രോഫി സംസ്കൃത കലോത്സവത്തിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയ വിദ്യാർത്ഥി നവനീത് BR. ശ്രീ M രവിനാഥൻ പിള്ള റിട്ടയർമെന്റ് ട്രോഫി നീരജ് ജി. A മുഹമ്മദ് കുഞ്ഞി മെമ്മോറിയൽ ട്രോഫി മെഗാ പത്ര ക്വിസ് ഫസ്റ്റ് പ്രൈസ് LP വിഭാഗം ഷിസ ഫാത്തിമ. UP വിഭാഗം ഭവ്യ സതീഷ്. ക്വിസ് പ്രതിഭ വിജയികൾ നിവേദിത BR, നവനീത് BR. LP വിഭാഗം നിവേദിത BR, UP വിഭാഗം നവനീത് BR. ശ്രീ P അൻസാരി റിട്ടയർമെന്റ് ട്രോഫി ഹനീന അനസ്. ശ്രീമതി A നബീസത്ത് BV റിട്ടയർമെന്റ് ട്രോഫി LP വിഭാഗം ഹയ ഫാത്തിമ. UP വിഭാഗം ഫൈഖ ഫാത്തിമ. J ഷംസുദ്ദീൻ മെമ്മോറിയൽ ട്രോഫി ശ്രേയ PR. നവാസ് മെമ്മോറിയൽ ട്രോഫി യൂണിവേഴ്സൽ അക്കാദമി നൂറ ദിയാന. MGHS എൻഡോമെന്റ് ട്രോഫി സന്മയ AS. ഇവിടെ സമ്മാനദാനം അവസാനിച്ചു. സബ് ജില്ലാതല വിജയി സ്പോർട്സ് ടൂർണമെന്റ്. സബ് ജില്ലാതല വിജയി സ്പോർട്സ് ലക്ഷ്യമിടില്ല. ചടയമംഗലം ഗവൺമെന്റ് UPSCയുടെ വാർഷിക പൊതുസമ്മേളനം സ്കൂളിന്റെ സ്റ്റാഫ് സെക്രട്ടറി ശ്രീമതി റാഷിദ ടീച്ചറിനെ സമ്മേളനത്തിന്റെ തത്സമയ സംപ്രേഷണം ഇവിടെ പൂർണ്ണമാകുകയാണ്. നിങ്ങൾക്കേവർക്കും നന്ദി, നമസ്കാരം.
വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ടാതിഥികളെ, നമ്മൾ സമയം അല്പം വൈകിയാണ് ഓടിക്കൊണ്ടിരിക്കുന്നതെന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുന്നു.